ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആർക്കും നമ്പർ കൊടുത്തിട്ടില്ല. ഞാൻ പിആറിന്റെ നമ്പറല്ല കൊടുത്തത്. ഞാൻ എൻ്റെ നമ്പറാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്നതായിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. കരഞ്ഞ് അങ്ങനെ മെഴുകുകയായിരുന്നു അനുമോൾ. അനുമോളുടെ ശരിക്കുമുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് കരച്ചിൽ തന്നെയാണ്. ഈ കരച്ചിൽ അവസാന വീക്കിലും അനുമോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിക്കും അതിനൊരു കാരണം ഇട്ട് കൊടുത്തത് ജിഷിൻ തന്നെയാണ്. ഒരു അവസരം കൊടുത്തു. അനുമോൾ ആ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എല്ലാം പാളിപ്പോയി. അക്ബറിന്റെ അടുത്ത് കാല് പിടിക്കാൻ നോക്കി. പക്ഷേ അക്ബർ നടക്കുന്നില്ല. മൈൻഡ് പോലും ചെയ്യുന്നില്ല. അനുമോൾ ലാസ്റ്റ് പറയുന്നത് ഞാൻ എൻ്റെ നമ്പറാണ് കൊടുത്തത്. വെറും 2 ദിവസമേ ഇനി പുറത്തിറങ്ങാനുള്ളൂ. എന്നിട്ടും അനുമോൾ പറയുന്നത് അനുമോളുടെ നമ്പർ ടിഷ്യൂ പേപ്പറിൽ കൊടുത്തു എന്നൊക്കെയാണ് അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും ആദില ഇപ്പോൾ പുറത്തു പോയ ആദിലയ്ക്ക് അനുമോളുടെ നമ്പർ കിട്ടുക എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ സീസൺ 7 കഴിയുമ്പോൾ നമ്പർ ലഭിക്കും. അതല്ലെങ്കിൽ ആദിലയ്ക്ക് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെ ആ നമ്പർ കൊടുക്കില്ലേ. പിന്നെ അനാവശ്യമായിട്ട് എന്തിനാണ് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്തത്? ഇത് ശരിക്കും പ്രേക്ഷകരെ പൊട്ടന്മാരാക്കാൻ വേണ്ടി അനുമോൾ കളിക്കുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. അനുമോൾ ശരിക്കും അവിടെ പിആറിന്റെ നമ്പർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ എന്നേക്കാൾ മുൻപ് നിങ്ങൾ പുറത്താവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പിആറിൻ്റെ അടുത്ത് ഇന്ന വ്യക്തിനെ അക്ബറിനെ ഇല്ലാതാക്കണം, അക്ബറിനെ നെഗറ്റീവാക്കി മാറ്റണം, എനിക്കെതിരെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും നെഗറ്റീവാക്കി മാറ്റി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പുറത്തുണ്ടാവണം എന്നുള്ളതിന് വേണ്ടിയാണ് ആദിലയും നൂറയും അനുമോൾ ഒരു ഫ്രണ്ടായിട്ട് കരുതി കൂടെ കൂടിയത് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ഇഫക്റ്റ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അനുമോൾ എത്രയൊക്കെ കരഞ്ഞ് പൊടിയിടാൻ ശ്രമിച്ചാലും പ്രേക്ഷകർക്ക് ഈ ഒരു കള്ളത്തരം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അനുമോൾ ഈ ഫേക്ക് ആയിട്ടുള്ള ഗെയിമിന് ബിഗ് ബോസ് ഉറപ്പായിട്ടും ഫൈനലിൽ റിസൾട്ട് കൊടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വെറുതെ അനാവശ്യമായിട്ട് കുറേ കരഞ്ഞുകൂട്ടി കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ കരയുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി കുറേ വിഷമിക്കുന്നുണ്ട്, എനിക്ക് ഞാൻ ചെയ്തത് തെറ്റല്ലെന്ന ഒരു വിശ്വാസമുണ്ട്, ഞാൻ ഒട്ടും തെറ്റ് ചെയ്തിട്ടില്ല, ഞാനൊരു പാവം കുട്ടിയാണെന്നൊക്കെ വെറുതെ വായ കൊണ്ട് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അനുമോൾ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിക്കും പ്രേക്ഷകർ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത് അനുമോൾ മാത്രമാണ്. ഇപ്പോൾ അനുമോൾക്ക് PR വർക്ക് മാത്രമാണ് സപ്പോർട്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ടും അനുമോൾക്ക് ഇല്ല എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനുമോൾ ആയിരിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആ നമ്പർ കൊടുത്തത് അനുമോൾ പിആറിൻ്റെ തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ വിശ്വസിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റിനെ കാത്തിരിക്കാം. അതുവരെയ്ക്കും നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.